കിഫയിൽ നിന്നും സിജോ മാത്യു നമുക്കൊപ്പം ചേരുകയാണ്. സിജോ മാത്യു, മീഡിയ വൺ കൊണ്ടുവന്നൊരു വാർത്തയാണ്. അതായത് ഈ മിച്ചഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ ദുരിതം, അത് വനവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. വനമന്ത്രി പറഞ്ഞിരിക്കുന്നു അതിൽ മിച്ചഭൂമിയാണ് എങ്കിൽ വനവകുപ്പ് അതിന് അവകാശവാദം ഉന്നയിക്കില്ല, അതിൽ വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അത് വനഭൂമിയാണോ റവന്യൂ ഭൂമിയാണോ എന്ന് വെച്ചാൽ വനം വകുപ്പും റവന്യൂ വകുപ്പിന്റെ അവിടെ ആഭ്യന്തര പ്രശ്നമല്ലേ. അപ്പോൾ ഈ സ്ഥലത്ത് താമസിക്കാൻ സ്ഥലമില്ലാത്ത വ്യക്തികൾക്ക് നൽകപ്പെട്ടിട്ട ഭൂമിയിൽ താമസിക്കുന്ന ആളുടെ കുഴപ്പമല്ലല്ലോ. ആ പ്രശ്നം റവന്യൂ വകുപ്പും വനം വകുപ്പും കൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. അത് ആ സ്ഥലത്തിൽ താമസിക്കുന്ന ആ കുടിയെടുപ്പുകാരന്റെ ഒരു ബാധിക്കുന്ന വിഷയം ആവരുത്. ഇതിനകത്ത് മന്ത്രി പറഞ്ഞൊരു കാര്യം, മന്ത്രി ഇതിനകത്തൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അത് റവന്യൂ വനവകുപ്പ് സംയുക്തമായി പരിശോധന നടത്തും. ആ പരിശോധന നടത്തി അത് തെളിയിക്കപ്പെട്ടാൽ അവർക്ക് തന്നെ കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ആ വിഷയത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വനം വകുപ്പിന്റെ ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിൽ വനം വകുപ്പിന്റെ ഭൂമിയിൽ താമസിക്കാൻ പട്ടയം കൊടുത്ത റവന്യൂ വകുപ്പല്ലേ. അതിൽ താമസിക്കുന്ന താമസക്കാരൻ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ അവർ തമ്മിൽ അത് പരിഹരിച്ച് കൊടുക്കേണ്ടതല്ലേ. അല്ല, ഇനി വനം വകുപ്പിന്റെ ഭൂമിയിലാണ് റവന്യൂ വകുപ്പ് പട്ടയം കൊടുത്തതെങ്കിൽ അത് പകരം ഭൂമി വനം വകുപ്പിന് കൊടുത്തിട്ട് റവന്യൂ വകുപ്പ് ഈ നിലവിൽ ഈ ഭൂമി ആ കക്ഷിക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ. ആ കുടിയെടുപ്പുകാരൻ അതിൽ ചതിക്കപ്പെട്ട ആളല്ലേ. തീർച്ചയായും താങ്കൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ അവിടെ മന്ത്രി അപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തെ പറ്റി സമഗ്രമായി പഠിക്കാൻ പാലക്കാട് CCF-നോട് ആവശ്യപ്പെട്ടു. പാലക്കാട് CCF അത് പഠിച്ചതിനു ശേഷം കലക്ടർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകും. ആ ഇടപെടൽ ഉണ്ടാകും. അതിനുശേഷം ഇവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണെങ്കിൽ അവർക്ക് കൊടുക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതാണ് പോസിറ്റീവായ കാര്യമാണ്. പോസിറ്റീവായ കാര്യത്തിന് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണുന്നതിന് നല്ല കാര്യമാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് ഇതിനകത്ത് ഒരു ഈഗോ ക്ലാഷ്, ഇപ്പോൾ റവന്യൂ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഈഗോ ക്ലാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള ഒരു ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത്? തീർച്ചയായും 100%. അതിനെന്താ തെറ്റ്? അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ശരിക്കും? ഇവിടെ പുതുപ്പരിയാരം പഞ്ചായത്തില് മുട്ടിക്കുളങ്ങര എന്ന സ്ഥലത്ത് ഒത്തിരി പേർക്ക് മിച്ചഭൂമി കൊടുത്തിട്ടുണ്ട്. അവർ 3 സെന്റ് അല്ലെങ്കിൽ 4 സെന്റ് 5 സെന്റ് സ്ഥലത്ത് അത് താമസിക്കുന്ന ആൾക്കാരാണ്. 2015 കാലഘട്ടത്തിൽ ESA, അതായത് കസ്തൂരിരംഗൻ വിഷയത്തിൽ ESAയുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും 6 അംഗ കമ്മിറ്റി അത് പഞ്ചായത്ത് തെച്ച് തയ്യാറാക്കി കഴിയുമ്പോൾ അത് വനഭൂമിയാണെന്ന് റേഞ്ച് ഓഫീസർ പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് റവന്യൂ വകുപ്പ്, കൃഷി വകുപ്പ്, പഞ്ചായത്തും. അവര് ഇപ്പോഴും അത് കരമടയ്ക്കാതെ ട്രൈബ്യൂണൽ കയറി ഇറങ്ങി നടക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് ഞാൻ നേരിൽ നന്നായി കണ്ട് അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവിടെ താമസക്കാരൻ അതില് കുറ്റക്കാരനല്ല, ഗവൺമെന്റ് തന്നെയാണ് കുറ്റക്കാരൻ. അപ്പൊ ഗവൺമെന്റ് കുറ്റക്കാരനാണെങ്കിൽ ആ പരിഹരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെ അല്ലേ.